Hello, this is Python Malayalam. Python Malayalamത്തിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് കൂടി സ്വാഗതം. ഈ എപ്പിസോഡിൽ നമ്മൾ ടൂൾ ടിപ്പിനെ കുറിച്ചും അതുപോലെ തന്നെ മെസ്സേജ് ബോക്സുകളെ കുറിച്ചും നമുക്കറിയാം. നമ്മൾ ചില പ്രോഗ്രാമുകളൊക്കെ നിങ്ങൾ ക്ലോസ് ചെയ്യുന്നുണ്ടോ, ആർ യു ഷുവർ യു വാണ്ട് ടു ക്വിറ്റ് എന്നൊക്കെ ചോദിക്കുന്ന പോലെയുള്ള ചില മെസ്സേജുകൾ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ചെറിയ മെസ്സേജ് ബോക്സുകൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. സോ ദിസ് ഈസ് അവർ ഫ്രെയിംവർക്ക്. Just a simple frame. ഞാൻ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുകയാണ്. നമുക്ക് നേരത്തെ പഠിച്ച പോലെ button dot push button. ബട്ടണിൻ്റെ മുകളിൽ ഞാൻ ക്വിറ്റ് എന്ന് എഴുതുന്നു, സെൽഫ് പാസ് ചെയ്യുന്നു, നമ്മുടെ മെയിൻ ഏരിയയിൽ ഹോം എന്ന ഫംഗ്ഷൻ ആഡ് ചെയ്യുന്നു. സോ ഞാനതിൻ്റെ സ്റ്റൈൽ കൂടെ ഒന്ന് മാറ്റുകയാണ്. സെറ്റ് സ്റ്റൈൽ ഷീറ്റ് ഫോണ്ട് size equal to 16 pixels. ഓക്കെ, ചേഞ്ച് ചെയ്യുന്നു. ബട്ടൺ നമ്മളവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി ബട്ടണിനെ നമുക്ക് ആദ്യം മെയിൻ വിൻഡോയുടെ സൈസ് ഒന്ന് ഫിക്സ് ചെയ്യാം. 500, 300. Okay, so button move 200, 140. Button dot resize 150. Okay, നമ്മുടെ ക്വിറ്റ് ബട്ടൺ ഇവിടെ ഉണ്ട്. കുറച്ച് മുകളിലോട്ട് വെക്കാം. There is our quit button. So നമുക്കറിയാം, ക്വിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇത് ക്വിറ്റ് ചെയ്ത് പോകണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ബട്ടണിൻ്റെ കൂടെ ബട്ടൺ ഒരു ക്ലിക്ക് ബട്ടൺ ഡോട്ട് ക്ലിക്ക് ആഡ് ചെയ്ത് കണക്റ്റ് കൊടുത്ത് അതിനുള്ളിൽ നമുക്കപ്പോൾ ഒരു മൊഡ്യൂൾ എക്സ്ട്രാ ആവശ്യമുണ്ട്. QT കോർ എന്ന് പറയുന്ന മൊഡ്യൂളിലാണ് പ്രോഗ്രാമിൻ്റെ ഇനി എഴുതാൻ പോകുന്ന കോഡ് QT കോർ മൊഡ്യൂളിലുള്ളതാണ്. QT കോർ ഡോട്ട് ക്യൂ കോർ ആപ്ലിക്കേഷൻ ഡോട്ട് ഇൻസ്റ്റൻസ് ഡോട്ട് ക്വിറ്റ്. ക്വിറ്റ് കഴിഞ്ഞിട്ട് പാരന്തസിസ് ഇല്ല. ഓക്കെ, ക്വിറ്റിന് ഇങ്ങനെ രണ്ട് പാരന്തസിസ് ഇല്ല. നമ്മൾ റണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ജസ്റ്റ് ക്വിറ്റ് അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ വിൻഡോ ക്വിറ്റ് ചെയ്ത് പോകുന്നു. നമുക്ക് ഇവിടെ ഇങ്ങനെ വെക്കുമ്പോൾ എന്താണ് ഈ ബട്ടൺ ചെയ്യുന്നതെന്നോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു ടിപ്പ് ഇവിടെ ഇങ്ങനെ മൗസ് ഇതിന് മുകളിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ തന്നെ പ്രത്യക്ഷപ്പെടുന്ന രൂപത്തിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അതിനാണ് നമ്മൾ ടൂൾ ടിപ്പ് എന്ന് പറയുന്നത്. സോ ഒരു ടൂൾ ടിപ്പ് സെറ്റപ്പ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ ഈ ബട്ടണിന് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ബട്ടൺ ഡോട്ട് സെറ്റ് ടൂൾ ടിപ്പ്. എന്താണ് ടൂൾ ടിപ്പ്? ദിസ് ഈസ് എ ബട്ടൺ. ഓക്കെ, ദിസ് ഈസ് എ ബട്ടൺ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെയും കൊടുക്കാവുന്നതാണ്. സെൽഫ് ഡോട്ട് സെറ്റ് ടൂൾ ടിപ്പ്. ദിസ് സേ പ്രൊജക്റ്റ്. നമുക്ക് ഈ ബട്ടൺ മാത്രം നമുക്ക് ബോൾഡ് ആയിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ആഡ് ചെയ്യാം. ബി ബട്ടൺ. അത് HTML ഉള്ള ടാഗുകളാണ് ബോൾഡ്. ഓക്കെ, നമ്മൾ ഇവിടെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ബട്ടൺ എന്നുള്ളത് മാത്രം കുറച്ചും കൂടെ ബോൾഡായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണാം. സോ അങ്ങനെയാണ് നമ്മൾ ടൂൾ ടിപ്പുകൾ സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ടൂൾ ടിപ്പിന് നമുക്കൊരു ഫോണ്ട് സെറ്റ് ചെയ്യണമെന്ന് സങ്കല്പിക്കാം. നമ്മുടേതായിട്ടുള്ളൊരു ഫോണ്ട്, മൈ ഫോണ്ട്. എങ്ങനെ ഒരു ഫോണ്ട് നമുക്ക് പൈക്കോഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. എല്ലാം QT ഒബ്ജക്റ്റുകളാണ്. QT മൊഡ്യൂളിലുള്ള Q ഫോണ്ടാണ് നമ്മൾ ഫോണ്ടുകൾ സെറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതിൽ നമ്മുടെ ഫോണ്ടിൻ്റെ പേരെന്താണോ അത് നമ്മൾ കൊടുക്കുന്നു. ഫോണ്ടിന് എത്ര സൈസ് വേണമെന്നുണ്ടെങ്കിൽ അത് നമുക്ക് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിന് നമുക്ക് ടൂൾ ടിപ്പിന് മാത്രമായിട്ട് ആ ഫോണ്ട് സെറ്റ് ചെയ്യണം. ജസ്റ്റ് ഒരു ഫോണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഇവിടെ ഇങ്ങനെ മൗസ് പോയിന്റർ വെക്കുമ്പോൾ കാണിക്കുന്ന ഈ ടൂൾ ടിപ്പിൻ്റെ ടെക്സ്റ്റാണ് ഈ ഫോണ്ടിലേക്ക് മാറേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? QT മൊഡ്യൂളിലെ ടൂൾ ടിപ്പ് എന്ന് പറയുന്ന ക്ലാസ്സിന് സെറ്റ് ഫോണ്ട് കൊടുത്തു. ഏത് ഫോണ്ടാണ്? മൈ ഫോണ്ട്. അത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം കേട്ടോ, നമ്മുടെ
font change ചെയ്തു. So that's how we add a tooltip. നമ്മൾ tooltip ആഡ് ചെയ്യാൻ ജസ്റ്റ് ആ ഒബ്ജക്റ്റിനോട് കൂടെ set tooltip എന്ന് കോൾ ചെയ്യുക. അതിൻ്റെ കൂടെ എന്താണോ tooltip ആയിട്ട് ആഡ് ചെയ്യേണ്ട ടെക്സ്റ്റ് അതും നൽകുക. പിന്നെ tooltipന് ഒരു ഫോണ്ട് സെറ്റ് ചെയ്യണമെങ്കിൽ qtgui.qtooltip.set font എന്ന് പറയുന്ന രൂപത്തിൽ നമുക്ക് ഒരു ഫോണ്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു ഫോണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് വളരെ സിമ്പിളാണ്. qtgui മൂടിയുള്ള qfont ക്ലാസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കൊരു ഫോണ്ട് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇനി നമുക്ക് മെസ്സേജ് ബോക്സിനെ കുറിച്ച് പറയാം. നമ്മൾ ഇത് ക്വിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയും നിങ്ങൾ ആർ യു ഷുവർ നിങ്ങൾ ക്വിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഉറപ്പാണോ? അപ്പോൾ നമ്മൾ യെസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ക്വിറ്റ് ചെയ്യും, നോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ക്യാൻസൽ ആയി പോകും. അപ്പോൾ നമ്മൾ ഇവിടെ ക്ലോസ് ചെയ്യുമ്പോഴാണ് അത് വരേണ്ടത്. ഈ ക്ലോസിങ് നമ്മളിവിടെ ക്ലോസ് ചെയ്യുമ്പോൾ ഒരു ഈവൻ്റ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നുണ്ട്. ക്ലോസ് ഈവൻ്റ് അതിനെ Python 4 ഡീഫോൾട്ട് ആയിട്ടുള്ള ഒരു ഈവൻ്റ് ഫംഗ്ഷനാണിത്. നമ്മൾ ക്ലോസ് നടിക്കുമ്പോൾ തന്നെ അത് വരും, കാണാം ക്ലോസ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്ലോസ് ചെയ്യുമ്പോൾ ഈ ഈവൻ്റ് റൺ ചെയ്യും. ഫോർ എക്സാമ്പിൾ നമ്മൾ പ്രിൻ്റ് എന്ന് കൊടുത്തു സങ്കല്പിക്കും. അതായത് ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴാണോ വിൻഡോ ക്ലോസ് ചെയ്യുന്നത് ആ സമയത്ത് ഇത് അങ്ങോട്ട് വർക്ക് ചെയ്യും. അങ്ങനെയാണ് ഈ ഫംഗ്ഷൻ റൺ ചെയ്യുക. ഓക്കെ, ക്ലോസ് ചെയ്യും. നമ്മളിവിടെ പ്രിൻ്റ് കമാൻഡ് കൊടുത്തത് അവിടെ വന്നു. അപ്പം നമുക്ക് അവിടെ ആ സമയം ഒരു മെസ്സേജ് ബോക്സ് വരണം. ഓക്കെ, നമുക്ക് മെസ്സേജ് ബോക്സിന് റിപ്ലൈ എന്ന പേര് കൊടുത്തു. മെസ്സേജ് ബോക്സ് അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. qtgui QMessageBox ഡോട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന മെസ്സേജ് ബോക്സ് നമുക്ക് ആവശ്യമുള്ള. അപ്പോൾ ക്വസ്റ്റ്യൻ അടിക്കുക. ആദ്യം നമ്മൾ സെൽഫ് ക്രിയേറ്റ് ചെയ്യുന്നു. പിന്നെ എന്താണോ ആ വിൻഡോൻ്റെ ടൈറ്റിൽ അതാണ് മെസ്സേജ് എന്നായിരിക്കും വരുന്ന ചെറിയ വിൻഡോയുടെ ടൈറ്റിൽ. അത് കഴിഞ്ഞ് നമുക്ക് എന്താണ് അതിൽ ചോദിക്കേണ്ടത്? ആർ യു ഷുവർ ടു ക്വിറ്റ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ അത് ചോദിക്കുന്നു. അതിനുശേഷം യെസ് ഓർ നോ എന്ന് പറയുന്ന രണ്ട് ഓപ്ഷൻ നമുക്ക് കിട്ടും. അപ്പോൾ യെസ് എന്ന് പറയുന്ന ഒന്ന് നമ്മൾ കൊടുത്തു, qtgui.QMessageBox.no യെസ് നോ എന്നുള്ളത് നമ്മൾ ഈ രൂപത്തിലാണ് ഇതിൽ ആഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് മെസ്സേജ് എന്ന് പറയുന്ന ടൈറ്റിലും അതിൽ ഈ ടെക്സ്റ്റും യെസ് നോ ബട്ടണുമായിട്ട് ഒരു വിൻഡോ പ്രത്യക്ഷപ്പെടും. നമുക്ക് നോക്കാം, ചിലപ്പോൾ അത് എറർ കാണിക്കാം. ഓക്കെ നോ പ്രോബ്ലം. അപ്പോൾ ഇതാണ് നമ്മൾ കൊടുത്ത മെസ്സേജ്. ആർ യു ഷുവർ ടു ക്വിറ്റ്? യെസ് നോ. ഇപ്പോൾ നോ അടിച്ചു കഴിഞ്ഞാലും യെസ് അടിച്ചു കഴിഞ്ഞാലും സംഭവം ക്വിറ്റ് ആവും. അപ്പോൾ നമുക്ക് യെസ് അടിച്ചു കഴിഞ്ഞാൽ മാത്രം ക്വിറ്റ് ആയാൽ മതി, ഈവൻ്റ് ആക്സെപ്റ്റ് ചെയ്താൽ മതി. അല്ലെങ്കിൽ അത് ജസ്റ്റ് അവിടെ ഇഗ്നോർ ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ കണ്ടീഷൻ. അപ്പോൾ നമ്മൾ റിപ്ലൈ എന്ന് പറയുന്ന മെസ്സേജ് ബോക്സ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനോട് റിപ്ലൈ കൊടുക്കുമല്ലോ. അപ്പോൾ ഈ റിപ്ലൈ നേരത്തെ പറഞ്ഞ റിപ്ലൈ എന്ന് പറയുന്ന ഈ ബോക്സ് അത് ഈസ് ഈക്വൽ ടു നമ്മൾ അതിനെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്. എന്താണ്? qtgui.QMessageBox.yes യെസ് ആണ് അവിടെ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ നേരത്തെ ഈ ഈവൻ്റ് ക്ലോസ് ഈവൻ്റ് നമ്മളെ ക്ലോസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ആ ഒരു വാർത്ത അല്ലെങ്കിൽ ഈവൻ്റ് കൊടുത്തിരിക്കുന്ന ആ കമാൻഡ് ക്ലോസ് ചെയ്യണം എന്നുള്ള ആ ഒരു കമാൻഡ് അതിനെ ആണ് ക്ലോസ് ഈവൻ്റ് എന്നോട് ഉദ്ദേശിക്കുന്നത്. ക്ലോസ് ഈവൻ്റ് എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, യെസ് ആണ് അടിച്ചെങ്കിൽ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തോളൂ, ക്ലോസ് ചെയ്തോളൂ. അല്ലെങ്കിലോ ക്ലോസ് എന്ന് പറയുന്ന ഈവൻറ്റിനെ ഇഗ്നോർ ചെയ്യണം, അതിനെ പരിഗണിക്കേണ്ടതില്ല, അവോയ്ഡ് ചെയ്തേക്കും എന്നുള്ളതാണ്. അപ്പോൾ യെസ് അടിച്ചു കഴിഞ്ഞാൽ ഈവൻ്റ് ആക്സെപ്റ്റ് ചെയ്യും, ക്ലോസ് ചെയ്യും. നോ അടിച്ചു കഴിഞ്ഞാൽ ഈവൻ്റ് ഇഗ്നോർ ചെയ്യും, അതവിടെ തന്നെ ഉണ്ടാവും. ഓക്കെ, റൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നു. ആർ യു ഷുവർ വാണ്ട് ടു ക്വിറ്റ്? നമുക്ക് നോ അടിക്കാം, നോ ഒന്നും സംഭവിക്കുന്നില്ല, വീണ്ടും ക്ലോസ് ചെയ്യുന്നു. യെസ്, നമ്മുടെ ഫംഗ്ഷൻ ക്വിറ്റ് ആവും. So that's how we create a question message dialog box. എങ്ങനെയാണ് ടൂൾ ടിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഫോണ്ട് സെറ്റ് ചെയ്യുന്നത്? നമ്മളെ ഒരു മെസ്സേജ് ബോക്സിലൂടെ ചോദ്യങ്ങൾ ചോദിക്കുകയും അതിനെ
yes or no ആൻസർ ലഭിക്കുകയും ആ ആൻസറിനെ എങ്ങനെ കണ്ടീഷൻസ് if else കണ്ടീഷൻ ഉപയോഗിച്ച് പ്രോസസ് ചെയ്യാമെന്ന് കണ്ടു. സോ ദാറ്റ്സ് ഓൾ ഇൻ ദിസ് വീഡിയോ. അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ പൈത്തൺ മലയാളം ചാനലിൽ നിന്നും വിടാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നിങ്ങളുടെ സുഹൃത്തുക്കളുമായി വീഡിയോകൾ ഷെയർ ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കണേ. സോ we'll meet again in next video. Goodbye.